നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി കേന്ദ്രം ശക്തികാന്ത ദാസിനെ നിയമിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി തുടരുന്നതുവരെ, അല്ല എങ്കിൽ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ശക്തികാന്ത ദാസ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി തുടരും. 6 വർഷം RBI ഗവർണറായി സേവനം അനുഷ്ഠിച്ച ശേഷം അദ്ദേഹം ഡിസംബറിലാണ് വിരമിച്ചത്. ഇന്ത്യയുടെ സാമ്പത്തിക നയത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള അദ്ദേഹം 2017 സാമ്പത്തിക കാര്യ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഉൾപ്പെടെ പ്രധാന സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. ഒന്നിലധികം പരോക്ഷ നികുതികൾ മാറ്റി സ്ഥാപിക്കുന്ന ചരക്ക് സേവന നികുതി നടപ്പിലാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. കൂടാതെ നോട്ട് നിരോധന നയത്തോടുള്ള സർക്കാരിന്റെ പ്രതികരണത്തിൽ പങ്കാളിയാവുകയും ചെയ്തു. RBI ഗവർണർ എന്ന നിലയിൽ ശക്തികാന്ത ദാസ് സാമ്പത്തിക സ്ഥിരതയിലും സാമ്പത്തിക വളർച്ചയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച വ്യക്തിത്വമാണ്. ബാങ്കിംഗ് ഇതര ധനകാര്യ മേഖലയിലെ പണലഭ്യത സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ അദ്ദേഹം അവതരിപ്പിക്കുകയും ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കുമുള്ള നിയന്ത്രണ ചട്ടക്കൂട് ശക്തിപ്പെടുത്തുന്നതിൽ പ്രവർത്തിക്കുകയും ചെയ്തു. 1957 ഒഡീഷയിൽ ജനിച്ച ശക്തികാന്ത ദാസ് ഡൽഹി സർവകലാശാലയിലെ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ചരിത്രം പഠിക്കുകയും പിന്നീട് യുണൈറ്റഡ് കിങ്ഡത്തിലെ ബർമിംഗ്ഹാം സർവകലാശാലയിൽ നിന്ന് പൊതുഭരണത്തിൽ ബിരുദാനന്തര ബിരുദം നേടുകയും ചെയ്തു. 1980 ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ചേർന്ന അദ്ദേഹം തമിഴ്നാട് കാഡറിലേക്ക് നിയമിതനായി. അവിടെ വാണിജ്യ നികുതി കമ്മീഷണർ, വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി തുടങ്ങിയ പദവികൾ വഹിച്ചു. പിന്നീട് കേന്ദ്ര സർക്കാരിൽ ജോയിന്റ് സെക്രട്ടറിയായി ധനകാര്യ മന്ത്രാലയത്തിൽ ചേർന്നു. ഇന്ത്യയിലെ സംസ്ഥാന സർക്കാരുകളിലെ ഒരു ഉയർന്ന റാങ്കും പദവിയുമാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നത്. പൊതുവെ ഒരു IAS ഉദ്യോഗസ്ഥനും ഉയർന്ന സീനിയോറിറ്റിയുമുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഈ പദവി വഹിക്കുന്നത്. പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ പൊതുവെ സംസ്ഥാന സർക്കാരിലെ വകുപ്പുകളുടെ ഭരണത്തലവന്മാരാണ്. ഈ തസ്തിക ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു അഡീഷണൽ സെക്രട്ടറിയുടെ തസ്തികയ്ക്ക് തുല്യമാണ്. എന്നാൽ സീനിയോറിറ്റി കാരണം അവർക്ക് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ജോയിന്റ് സെക്രട്ടറി പദവിയിലും തസ്തികയിലും ഇന്ത്യ ഗവൺമെന്റിലേക്ക് ഡെപ്യൂട്ടേഷൻ നൽകാനും സാധിക്കും. ഇന്ത്യ ഗവൺമെന്റിലെ ജോയിന്റ് സെക്രട്ടറി ഒരു വകുപ്പിലെ ഒരു വിഭാഗത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് തലവനാണ്. അതേസമയം ഒരു സംസ്ഥാന ഗവൺമെന്റിലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡിന് തുല്യമായ സ്ഥാനമാണ് ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിയുടേത്. സംസ്ഥാന സർക്കാരുകളിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു സെക്രട്ടറിക്ക് മുകളിലാണ്. എന്നാൽ ഇത് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെയും ചീഫ് സെക്രട്ടറിയുടെയും പദവികൾക്ക് താഴെയാണ്. പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ തങ്ങൾക്ക് ഏൽപ്പിച്ച വകുപ്പിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മേധാവികളായി പ്രവർത്തിക്കുന്നു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനം എന്നൊരു തസ്തിക സൃഷ്ടിക്കപ്പെട്ടത്. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ തലവൻ. അദ്ദേഹം ഇന്ത്യ ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ റാങ്കും പദവിയും വഹിക്കുന്നു. കൂടാതെ ചില പ്രധാനമന്ത്രിമാർ ഒരു അഡീഷണൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയെയും നിയമിക്കുന്നു. അദ്ദേഹവും ഇന്ത്യ ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് സെക്രട്ടറി റാങ്കും പദവിയും വഹിക്കുന്നു. ജമ്മു കാശ്മീർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന സവിശേഷമായ ഘടകമുണ്ട്. സീനിയർ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി റാങ്കിലുള്ള ആളാണ് ഇദ്ദേഹം. നിയമനം, സ്ഥലമാറ്റം, അവധി തുടങ്ങിയ സബോർഡിനേറ്റ് ജുഡീഷ്യറിയിലെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ സെല്ലിന്റെ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. ചീഫ് ജസ്റ്റിസ് ഏൽപ്പിക്കുന്ന മറ്റെല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ശ്രദ്ധിക്കുന്നു. ചീഫ് ജസ്റ്റിസിന്റെ സെക്രട്ടേറിയറ്റിന്റെ മൊത്തത്തിലുള്ള ചുമതലയും അദ്ദേഹത്തിനാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.